ഡാനി, അങ്കിൾ ഇന്ന് മോൻ ഗുലാബ് ജാമുൻ കഴിച്ചോ? ഇല്ല, ഞാൻ അങ്കിൾ വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ആന്റി ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തയക്കും. ആമേൻ. ഓക്കെ, എന്റെ സാം എവിടെ? എന്താ ഡാഡി? ഡാഡി എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്, നിനക്കെന്നെ കാണുന്നില്ലേ? നീയായിരുന്നോ? ശിൽപ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ബ്രദർ പോൾ ഇവിടെ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടു, പക്ഷേ സ്ക്രീനിൽ കാണുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സാരമല്ല, അത് ഞാനായിരുന്നു. ഡോക്ടർ പോളിനെ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ മക്കൾ ഇവിടെ ഉണ്ട്. ഡാഡിയെ ചേർത്തിട്ടില്ല, കാരണം അദ്ദേഹത്തെ കുറിച്ച് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്. അതെ, ഡാഡി അറിയാതെ ഞങ്ങൾ ചില രഹസ്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ ഏവരെയും ഈ കുടുംബ പരമ്പരയിലെ 2ാം എപ്പിസോഡിലേക്ക്, മന്ത്ലി ഫാമിലി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേറ്റി ഇന്ന് നല്ല മൂഡിലാണ്. ഞങ്ങളോടൊത്ത് ഈ പരിപാടി കാണുന്ന നിങ്ങളും നല്ല മൂഡിലായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഫാദേഴ്സിനെ കുറിച്ചും അവരുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവർ ഫാമിലിയിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്, ദൈവം എന്തിനാണ് അവരെ നമുക്ക് തന്നിരിക്കുന്നത്, നിങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, നിങ്ങളുടെ കോമന്റ്സും ഈ പരിപാടിയിൽ ചേർക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഫാദേഴ്സിനെ ഹീറോസ് ആയിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ അനേകം സൂപ്പർ ഹീറോസ് ഉണ്ട്. മാത്രമല്ല, ഇത് സൂപ്പർ ഹീറോസിന്റെ സീസണുമാണ്. അനവധി സൂപ്പർ ഹീറോസ് മൂവീസ് വരുന്നുണ്ട്. പറക്കുന്ന നല്ല തടിമിടിക്കുള്ള ചെറുപ്പക്കാരാണ് ഹീറോസ്. അവരുടെ കണ്ണിൽ നിന്നും ലേസേഴ്സ് പുറത്തു വരും. അപ്പോ ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്. നമ്മുടെ പിതാക്കന്മാർ ശാരീരികമായിട്ട് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അവർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഹീറോസ് ആണ്. കാരണം അവർ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ യഥാർത്ഥ നായകന്മാരാണെന്ന് പറയാം. നാം അവരെ നിരീക്ഷിക്കുന്നു. കാരണം അവർക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്കുണ്ട്. അതുപോലെ നമ്മെ അതിശയിപ്പിക്കുന്ന പലതും അവർക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന പലതും നമ്മെക്കൊണ്ട് ചെയ്യാനാവുമെന്ന് അവർ കാണിച്ചു തരും. പിന്നെ അവർ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തോടൊത്ത് നടക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെയുള്ള പിതാക്കന്മാരുടെ വ്യക്തിത്വത്തെയും നന്മകളെയും ശ്രദ്ധിച്ച് അവരിൽ നിന്ന് പലതും നമ്മൾ അനുകരിക്കുന്നു. അതുകൊണ്ട് അവർ നമ്മുടെ ജീവിതത്തിലെ ഹീറോസ് ആണ്. സോ നമ്മുടെ ഫാമിലി സർക്കിളിൽ ഒരുപാട് ഫാദേഴ്സ് ഉള്ള കാര്യം നമുക്കറിയാം. ഒറ്റ വാക്കിൽ നിന്റെ പിതാവിനെ നീ എങ്ങനെ വിവരിക്കും? എന്റെ അച്ഛൻ സംരക്ഷകനാണ്. അതാണ് ഒറ്റ വാക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ സോ നിന്റെ ഡാഡ് ഡോക്ടർ രാജ്കുമാർ ജ്ഞാനമുത്തുവാണ്. എന്തുകൊണ്ടാണ് സംരക്ഷകനാണെന്ന് പറയുന്നത്? കുട്ടിക്കാലം മുതൽ അച്ഛൻ എന്നെ വളരെയധികം സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിലും ഒരു മകളെന്ന നിലയിലും എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, സ്കൂളിൽ എനിക്ക് മാർക്ക് കുറഞ്ഞാലും, ആരെങ്കിലും എന്നെപ്പറ്റി കംപ്ലൈന്റ് പറഞ്ഞാലും, ടീച്ചറോ ഫ്രണ്ട്സോ, അച്ഛൻ ഉടനെ പറയും, ഏയ് എന്റെ മകൾ അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. അവളായിരിക്കില്ല അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് തെറ്റി, എന്റെ മകളെ കുറിച്ച് പരാതി പറയരുത്. അച്ഛൻ എപ്പോഴും എന്റെ ഭാഗത്ത് തന്നെ നിൽക്കും. അഥവാ ഞാനൊരു തെറ്റ് ചെയ്താലും എനിക്ക് വല്ലാത്ത മനപ്രയാസം തോന്നും. അപ്പോ എനിക്ക് തോന്നും, അച്ഛൻ എന്നെ വളരെയധികം വിശ്വസിക്കുന്നു. ഞാൻ അച്ഛന്റെ പേരിന് കളങ്കം ഉണ്ടാക്കരുത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യില്ല. എനിക്കങ്ങനെയാ തോന്നുന്നത്. അച്ഛൻ വളരെയധികം സംരക്ഷണം തന്നിരുന്നു. വിവാഹത്തിന് ശേഷം പലപ്പോഴും സാം എന്നെ കളിയാക്കി പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാ, നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും നിന്നെ സംരക്ഷിക്കാൻ അച്ഛൻ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന്. അതെ, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞാലും അദ്ദേഹം പറയും, എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ പെർഫെക്റ്റ് ആണ്, അവൾ എന്റെ സ്വർണ്ണമാണ്. കല്യാണത്തിനും സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. സാം, ഞാൻ നിനക്ക് സ്വർണ്ണമാണ് തരുന്നത്, കിലോ കണക്കിന് സ്വർണം. ഞാൻ വിചാരിച്ചു, എന്ത് സ്വർണ്ണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വർണം പോലെയുള്ള എന്റെ മകളെയാണ് ഞാൻ തരുന്നത്. സംഭവം അത്രേ ഉള്ളൂ, നീ വിലമതിക്കാനാവാത്ത സ്വർണ്ണമാണ്, മായം ചേർക്കാത്തത്. അദ്ദേഹം എപ്പോഴും നിന്നെ സംരക്ഷിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിന്നെ കുറ്റം പറയാൻ അദ്ദേഹം ആരെയും സമ്മതിക്കില്ല. നിന്റെ അനുഭവം എന്താണ് സ്റ്റെല്ല? ഡാഡിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നും, ഡാഡി ഒരു ഡ്രീമർ ആണെന്ന്. ഞാൻ ഇതിനെക്കുറിച്ച് പലയിടത്തും പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. ദൈവം ഡാഡിക്ക് വലിയ സ്വപ്നങ്ങളും വലിയ ദർശനങ്ങളും കൊടുക്കുന്നുണ്ട്. മിനിസ്ട്രിക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണം, പല സ്വപ്നങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യണം, അതുപോലെ ജനങ്ങൾക്കും. സോ
പലരും ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്ന ദർശനത്തെ കേൾക്കും, ദൈവം കൊടുക്കുന്ന പ്രവചനങ്ങൾ കേൾക്കും, എന്നിട്ട് പറയും ഇത് അസാധ്യമാണ്, ഇത് വളരെ വലുതാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സും മറ്റും ഇത് കേട്ടിട്ട് പറയാറുണ്ട്, എവിടെയാണ് ഇതിനുള്ള ജനങ്ങളെ കിട്ടുക, ഇതിന് വേണ്ട പണം കിട്ടുക, എവിടെ നിന്നാണ് ഇതിനാവശ്യമുള്ള സജ്ജീകരണങ്ങൾ കിട്ടുക. പക്ഷേ ഡാഡി എപ്പോഴും പറയും, ദൈവമാണ് എനിക്ക് ഈ ദർശനം തന്നത്, ദൈവം സാധ്യമാക്കി തരും, ദൈവം പണം തരും, ആവശ്യമുള്ള ജനങ്ങളെ തരും, അത് നടക്കാനുള്ള ശരിയായ സമയവും ദൈവം ഒരുക്കി തരും. പ്രത്യേകിച്ച് മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ദൈവം ഡാഡിയുടെ കൂടെ ഇരുന്നുകൊണ്ട് പലതും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ചിട്ടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മെ വളർത്താനും ഡാഡി പഠിച്ചത്. ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മെ പഠിപ്പിച്ചു. അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. സ്കൂളിലും 80% മാർക്കല്ല 100%-നായി പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കരിയറിലും നമ്മുടെ മിനിസ്ട്രിയിലും വലിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനാവും, അത് അനേകം ജനങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നും പറയും. ഇതാണ് എനിക്ക് ഡാഡിയെക്കുറിച്ച് അഭിമാനിക്കാനുള്ളത്. അദ്ദേഹം വലിയ സ്വപ്നം കാണും, എന്നിട്ട് അത് നിറവേറാൻ ദൈവത്തിനായി കാത്തിരിക്കും, സ്വയം ഒന്നും പ്രവർത്തിക്കില്ല. ഇനി നിങ്ങളുടെ അച്ഛനെ പറ്റി പറയൂ ഡാനി. പാസ്റ്റർ ജോഷുവ സ്റ്റീഫൻ. എൻ്റെ അച്ഛൻ വളരെ സൗമ്യനും കാര്യശേഷിയുള്ള ആളുമാണ്. എന്നെ പോലെ അല്ലേ? ഓക്കെ. അദ്ദേഹം ഒരിക്കലും കൂടുതൽ സംസാരിക്കില്ല, വളരെ കുറച്ച് മാത്രം. അച്ഛനൊരു പാസ്റ്ററാണ്. ബൈ ദ വേ, പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറിയാൽ തികച്ചും വ്യത്യസ്തനായ ആളാകും. ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. വളരെ ഉച്ചത്തിൽ പ്രസംഗിക്കും, സദസ്യരെ ചിരിപ്പിക്കും, അതായത് പ്രസംഗത്തിനിടയിൽ തമാശകൾ പറയും. അങ്ങനെ ആ സമയത്ത് അച്ഛൻ വേറൊരാളായി മാറും. അതുപോലെ ഇപ്പോൾ ശില്പ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ശില്പയ്ക്ക് ഇങ്ങനെ മാർക്ക് കുറയുന്ന സമയത്തൊക്കെ ഡാഡി കൂടെ നിൽക്കാറുണ്ടെന്നൊക്കെ. സെയിം, ഞാൻ വളരെയധികം ഡിഫറെൻ്റ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ ഒരു സബ്ജക്റ്റിൽ തോറ്റുപോയാലും എനിക്ക് മാർക്ക് തീരെ കുറവാണെങ്കിലും എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറയും, ഓക്കെ നീ നന്നായി പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ നിന്നെ പഠിപ്പിച്ച ടീച്ചർ ശരിയല്ല, അദ്ദേഹം ശരിയായി പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ. അങ്ങനെയാണ് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാറ്. നിന്നെ പഠിപ്പിച്ച ആൾ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല, സോ ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല എന്ന്. ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, എനിക്ക് പ്രചോദനം തന്നുകൊണ്ടേയിരിക്കും. വാവ്, വണ്ടർഫുൾ. പിതാക്കന്മാരെ കുറിച്ച് നിങ്ങൾക്കും പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങളത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പിതാക്കന്മാരെ കുറിച്ചുള്ള കോമന്റ്സ് എഴുതിയിരിക്കും, അവരെ നിങ്ങൾ അനുമോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നിങ്ങളുടെ ശബ്ദം സ്ക്രീനിൽ കേൾക്കാനുള്ള സമയമാണ്. ഫാദേഴ്സ് ഡേയിൽ നിങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാവ്, ഇപ്പോൾ മനോഹരമായ പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അതെപ്പോഴും സംഭവിക്കാറില്ല. അറ്റ്ലീസ്റ്റ് കമന്റുകളിലൂടെ നമുക്ക് പലതും അറിയാൻ സാധിക്കും. നിങ്ങൾ പിതാക്കന്മാരോടൊത്തിരുന്ന് ഇത് അവരെയും കാണിക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. ബട്ട് ഇന്ന് നമ്മുടെ നല്ലവനും ഒന്നാമനുമായ പിതാവ് യേശുവാണ്. അതോടൊപ്പം ഈ ഫാദേഴ്സ് ഡേയിൽ യേശുവിനെ ഓർത്ത് നാം നന്ദി പറയേണ്ടതാണ്. യേശു മഹത്തായ സ്നേഹം കാണിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഓരോ ചെറിയ കാര്യത്തിൽ പോലും യേശു നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ചില കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായിട്ടെടുക്കും. യേശു നമ്മെ രൂപപ്പെടുത്തി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യേശുവിന് വേണ്ടി നന്ദി രേഖപ്പെടുത്താം. ഈ ഫാദേഴ്സ് ഡേയിൽ യേശുവിനെ നമുക്ക് അനുമോദിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള പിതാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഒപ്പം തന്നെ അവരുമായി നമുക്ക് വളരെ വ്യത്യസ്തമായ ബന്ധങ്ങളാണുള്ളത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡാഡിയുടെ കർശന സ്വഭാവം കണ്ടിട്ടുള്ള ഒരാളാണ്. ഡാഡിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ ഭീതി നിഴലിക്കും. അവർ രൂപത്തിൽ വളരെ ബലശാലികളാണ്, ഭീകരന്മാരാണ്. അവർ പറയുന്നതൊക്കെ വളരെ ഭാരമുള്ളതായിരിക്കും. സോ അത് നമ്മളെ ശരിക്കും പേടിപ്പെടുത്തും. ആക്ച്വലി ഒരുപാട് പേടിപ്പെടുത്തും. ഡാഡി ജഡ്സ് ഹേയ് അത് ചെയ്യരുതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഇതാ കണ്ടില്ലേ, കേറ്റി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഹേ എന്ന് പറഞ്ഞാൽ കേറ്റി പേടിക്കോ? Okay, because I'm a kind father. അതുകൊണ്ടാണ്. So cute. അവരെന്ത് പറഞ്ഞാലും അതിനൊരു വെയിറ്റ് ഉണ്ടാവും. സോ എപ്പോഴും നമ്മളെ അവര് വളരെ അച്ചടക്കത്തോടെ വളർത്തും. വളരെ കർശനമായിട്ടാണ് അവർ വളർത്തുക. അതാണ് മിക്കവാറും അവരുടെ റോള്. പല പിതാക്കന്മാരും അങ്ങനെയാവും, എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ അമ്മമാരാവും അങ്ങനെ. ബട്ട് എന്റെ ജീവിതത്തിൽ പിതാവിന്റെ റോളായിരുന്നു അങ്ങനെ. ചെറുപ്പം മുതലേ ഡാഡി എന്നെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ പാടിയ ആദ്യത്തെ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ
അത് വളരെ പ്രയാസമായിരുന്നു. അതായത് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഒരു റെക്കോർഡിംഗ് റൂമിൽ 2 മണിക്കൂർ, അതും ലൈറ്റിന്റെ ചൂടില്, അങ്ങനെയാണ് പാടിയത്. വിയർത്ത് കുളിച്ചിരുന്നു. പക്ഷേ ഡാഡി പറഞ്ഞു, നോ ഗോയിങ്, ഈ പാട്ട് നീ പാടണം, ഇത് ഒരുപാട് പേർക്ക് അനുഗ്രഹമാവും. അദ്ദേഹം ആ പാട്ടിലൂടെ എന്നെ ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിലാണ് എത്തിച്ചത്, ഒരു നാഷണൽ ചാനലിൽ. ആ ഓപ്പർച്യൂണിറ്റി 4 വയസ്സിൽ എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ മക്കളായ ഞങ്ങളെ അദ്ദേഹം ട്രെയിനിങ് ചെയ്തു. അത് ഞങ്ങളെ റെക്കോർഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിച്ചു, മീറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡീസിലേക്കും. 80%ഉം 90% ഒന്നും മതിയാവില്ല. 100 മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഇനി 95 കിട്ടിയാലും ഡാഡ് ചോദിക്കും, എന്താ 100 കിട്ടാത്തത്, A+ കിട്ടാത്തത് എന്താ? അദ്ദേഹം ഞങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു തരം സെറ്റ് ചെയ്തിരുന്നു. അത് കാരണം ഞങ്ങൾ ഈ സ്റ്റാൻഡേർഡിലാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറഞ്ഞ തരത്തിലേക്ക് ആവരുത്, ഞങ്ങൾ ഉയർന്ന തരത്തിലേക്ക് എത്തി. അത് ശരിക്കും വളരെ നന്നായി. ഇന്നും ഞങ്ങൾ അതേ ഒരു സ്റ്റാൻഡേർഡിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഉയർന്ന തരത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നുവെന്ന് പറയാൻ പ്രയാസമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഉയർന്ന ലെവലിൽ കാണാൻ പറ്റുന്നു. സോ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഡാഡി ഞങ്ങളെ അച്ചടക്കത്തോടെ വളർത്തി. കുട്ടികളായിരിക്കുന്ന നാം പിതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ എല്ലാ അർത്ഥത്തിലും ബാധ്യസ്ഥരാണ്. ബൈബിളിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അബ്രഹാമിന് കൊടുത്ത നിർദ്ദേശപ്രകാരം അയാൾ പ്രവർത്തിച്ചു. അതായത് ഉൽപ്പത്തി 15:6 പറയുന്നുണ്ട്, അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസവും ദൈവത്തിന് കീഴടങ്ങിയതും അയാൾക്ക് നീതിയായി വിളങ്ങി. അബ്രഹാം നീതിമാനായിരുന്നു, കാരണം അയാൾ ദൈവത്തെ അനുസരിച്ചു, പിതാവിന്റെ വാക്കുകൾ വിശ്വസിച്ചു. അതേ ബന്ധം തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സാഹചര്യം അനുസരിക്കാൻ പ്രയാസമുണ്ടാക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിതാവിനെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവരെ വിശ്വസിച്ച് അപ്രകാരം പ്രവർത്തിക്കൂ. അത് നമുക്ക് ശരിക്കും ഒരു വലിയ അനുഗ്രഹമായി തീരും. എനിക്കത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡാഡിയെ അനുസരിച്ചപ്പോൾ അനുഗ്രഹം ഉണ്ടായി. ഞാൻ വളരെ ക്ഷമയോടെ മുന്നോട്ട് പോയപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടായി. സോ ഇനി നീ പറ സ്റ്റെല്ല, ഡാഡിയോട് നിനക്കുണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു? ഡാഡിയുടെ ജീവിതം നോക്കിയാൽ അതിന്റെ പുറകിൽ എന്തായിരുന്നു എന്ന് നാം ഒരിക്കലും കാണുന്നില്ല. അവർ ചെയ്ത ത്യാഗങ്ങൾ നമുക്ക് കാണാനാകുന്നില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടിയും മക്കൾക്കും പലപ്പോഴും പിതാവിന് പലതരം ജോലികൾ ചെയ്യേണ്ടി വരുന്നു. മക്കളുടെ ഫീസ് അടയ്ക്കാനും പഠിപ്പിക്കാനും വേണ്ടിയായിരിക്കും അതെല്ലാം. ചിലപ്പോൾ മക്കളെ കോളേജിൽ പഠിപ്പിക്കാൻ കടം വാങ്ങിച്ചിട്ടുണ്ടാവും. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. പലപ്പോഴും അവർ പറയും, എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം, നല്ലൊരു ജീവിതം നയിക്കണമെന്ന്. സോ ഒരുപക്ഷെ അവർക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു ഉയർന്ന ജീവിത രീതി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാവണമെന്ന് പറയും. സോ മക്കളുടെ ഭാവി നന്നായിരിക്കാൻ വേണ്ടി അവർ എന്ത് തരത്തിലുള്ള ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു, നിറയെ കടം വാങ്ങി, ഇതിനുവേണ്ടി ഇത്ര ചിലവാക്കി എന്ന് തങ്ങൾ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് അവർ ഒരിക്കലും പറയാറില്ല. അത് ഒരു സത്യം മാത്രമാണ്. പലരും എണ്ണി പറയില്ല, എൻ്റെ അധ്വാനം കൊണ്ടാണ്, കഷ്ടപ്പെട്ട സമ്പാദ്യം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്. മക്കളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നേറാനാണ് മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതത്തിൽ നല്ല ഉയരങ്ങളിൽ എത്താൻ അവരെ സഹായിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൽ ഡാഡി പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ കുറെ നേരം ജോലി ചെയ്യും, 10-11 മണിവരെ. രാത്രിയിൽ ഞങ്ങൾക്ക് ഡാഡിയെ 1-2 മണിക്കൂർ മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ. പകൽ ഞങ്ങൾ സ്കൂളിലും പഠനത്തിലുമായിരിക്കും. അതുകൊണ്ട് ഡാഡിയോട് സംസാരിക്കാൻ രാത്രി ഓടിച്ചെല്ലും, എന്നിട്ട് കെട്ടിപ്പിടിക്കും. സോ ഞാൻ വളരുമ്പോൾ ഉണ്ടായ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. കുറച്ചു നേരം മാത്രമേ കിട്ടൂ. മാത്രമല്ല, മാസങ്ങളോളം 3-4 മാസം വരെ അവർ വിദേശങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പോകും. പല സ്ഥലങ്ങളിലും പ്രസംഗിക്കും. മിനിസ്ട്രിയും പ്രേയർ ടവറും പല സ്ഥലങ്ങളിലും പണിതുയർത്തും. ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിക്കാറ്. സോ അപ്പോഴെല്ലാം അവർ പറയും, ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊള്ളും, അവരെ വഴി നടത്തും, അവരെ പഠിപ്പിച്ചുകൊള്ളും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഡാഡിയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾ അനുഭവിക്കും. ദൈവ സാന്നിധ്യവും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു.
കൂടാതെ ദൈവത്തിന് വേണ്ടി ഡാഡി ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. അത് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, ശ്രദ്ധ പതിപ്പിക്കാനും സാധിച്ചു. സോ ഡാഡിയുടെ ജീവിതം നോക്കുമ്പോൾ പലരും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലര് പറയും ദൈവം ഇങ്ങനെയല്ല പറഞ്ഞത്, എന്തിനാണ് മിനിസ്ട്രിയിൽ ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയും. എല്ലാറ്റിനും മറുപടിയായി ഡാഡി പറയും ദൈവമാണ് എനിക്കിത് തന്നതെന്ന്. ഈ കോളിംഗ് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള ഓപ്പണിംഗ് ആണിത്. ഞാനിത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യണം, സത്യസന്ധതയോടെ ചെയ്യണം. പണത്തിന്റെ കാര്യമായാലും മിനിസ്ട്രിയുടെ കാര്യമായാലും വിപുലീകരണമായാലും എല്ലാറ്റിലും, യാത്രയുടെ കാര്യമായാലും ഡാഡി പറയും ദൈവം ഇതിനായി എന്നെ തള്ളുകയാണ്, ഞാനിത് ചെയ്യണം. അങ്ങനെ എല്ലാറ്റിലും സത്യസന്ധത കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലും അദ്ദേഹം എല്ലാം എഴുതി വെക്കാറുണ്ട്. ഡാഡി പറയും നമ്മൾ നീതിയുള്ള ജീവിതം നയിക്കണമെന്ന്. ആര് കണ്ടില്ലെങ്കിലും ദൈവം എപ്പോഴും എന്നെ കാണുന്നുണ്ട്. നമ്മുടെ കൈകൾ വെടിപ്പുള്ളതാകണം. അതുപോലെ വീട്ടിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, ഉത്തേജിപ്പിച്ചു. സ്റ്റേജിലായിരിക്കുമ്പോൾ ഷോ കാണിക്കാനല്ല, സദസ്സിന്റെ മുന്നിൽ മാത്രമല്ല, വീട്ടിലും മക്കളുടെ മുന്നിലും ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞു. സോ അത് വളരെ എന്താ പറയാ, വളരെ പ്രചോദനമുള്ളതായിരുന്നു. ഡാഡി ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. പലപ്പോഴും പേരൻസ് പറയും നമ്മൾ ഇതുപോലെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, നാം ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല. ഡാഡി ജീവിതം അങ്ങനെയാണ് ജീവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ അടുക്കും ചിട്ടയുള്ള ജീവിതം നയിക്കണമെന്ന് തോന്നി. അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരുടെ മുന്നിൽ മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പിലും നാം നീതിമാന്മാരായിരിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ അച്ഛൻ എനിക്ക് ഒരിക്കലും ഒരു റോൾ മോഡൽ ആയിരുന്നില്ല, എന്നെ സ്നേഹിച്ചിട്ടില്ല, അച്ഛൻ കുടിയനാണ്, എന്നെ അടിക്കും, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ദൈവം അവരെ തൊടും. സോ ഞങ്ങളുടെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കൂ. അതുപോലെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ കുടുംബത്തെ വളരെ നല്ല രീതിയിൽ നടത്താൻ ദൈവം അവരെ നയിക്കും. ഇപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവേ, അങ്ങ് ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ്. അങ്ങ് ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് അവരുടെ വഴി നഷ്ടപ്പെട്ടിരിക്കാം. ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അവരെ വേദനിപ്പിച്ചേക്കാം, ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. അതായിരിക്കും അവർ മദ്യത്തിനടിമയായത്, ദുഷിച്ച കാര്യങ്ങൾക്ക് അടിമയായി മാറിയത്. പിതാവേ, അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവരെ ചേർത്ത് വെച്ച് അങ്ങയുടെ സ്നേഹത്തെ അവരിലേക്ക് പകരണമേ. അങ്ങനെ അവർക്ക് കുടുംബത്തെ സ്നേഹിച്ച് പരിപാലിക്കാൻ ഇടയാക്കണമേ. അവർക്ക് നല്ല ജോലി നൽകണമേ. ജീവിതത്തിൽ സെറ്റിലാക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ ഉയർത്തേണമേ. ഒരിക്കൽ കൂടി നല്ലൊരു ജീവിതം നൽകണമേ. അങ്ങയുടെ ആഗ്രഹം അവരിൽ പൂർത്തിയാക്കണേ. അവരെ കുടുംബത്തിലുള്ളവരെ പരിപാലിക്കുന്ന ഒരു നല്ല പിതാവാക്കണമേ. മക്കൾക്ക് നല്ലൊരു റോൾ മോഡലായി യേശുവിനെ പ്രതിഫലിപ്പിക്കുമാറാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സോ ഡാനി, നിങ്ങളുടെ അച്ഛൻ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ ശാന്തശീലനും സമാധാനകാംക്ഷിയുമായിരുന്നു. അദ്ദേഹം എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു, അതായത് പല മേഖലകളിലും. പിന്നെ നിങ്ങൾക്കറിയാലോ, പിന്നെ ഞാനൊരു അത്യാവശ്യം നല്ലൊരു മ്യൂസീഷ്യനാണ്. എന്നാൽ ചെറുപ്പത്തിൽ ഞാൻ വളരെയധികം വികൃതിയായിരുന്നു. അതുപോലെ വളരെയധികം ശബ്ദവും ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ് കൊണ്ടാണോ അതോ? ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടൊന്നും അല്ല. ഞാനെപ്പോഴും ചെയ്യാറുള്ളത് അടുക്കളയിലെ പാത്രങ്ങൾ കൊണ്ടും അങ്ങനെ മറ്റു പലതും കൊണ്ടായിരുന്നു. അവിടുത്തെ പാത്രങ്ങളൊക്കെ തട്ടി ഞാൻ വലിയ ശബ്ദം ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ വളരെയധികം ശക്തമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വെറുതെ ഇരിക്കാറേ ഇല്ല. എന്നാലും അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ അച്ഛൻ്റെ പ്രോത്സാഹനവും പ്രചോദനവും ഒക്കെ കൊണ്ടാണ് സത്യത്തിൽ ഞാനൊരു നല്ല മ്യൂസീഷ്യനും വർക്ക്ഷോപ്പ് ലീഡറും ആയത്. സോ അച്ഛൻ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു വചനം ഓർമ്മ വരികയാണ്. അത് 1 തെസ്സലോനിക്കരുടെ 2-ാം അധ്യായത്തിലുള്ളതാണ്. അപ്പൻ മക്കളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ എൻ്റെ അച്ഛൻ ശരിക്കും ഏത് സാഹചര്യത്തിലായിരുന്നാലും, അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായപ്പോലും, ഞാൻ നന്നായി പഠിച്ചിരുന്നില്ലെങ്കിലും അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നിനക്കിനി നന്നാക്കാന്ന് പറയുമായിരുന്നു. അത് ഞാൻ പരീക്ഷയിൽ തോറ്റാൽ പോലും അച്ഛൻ കുറ്റം പറയുന്നത് എപ്പോഴും ടീച്ചർമാരെ ആയിരുന്നു. എന്നെ ഒന്നും പറയില്ല. നല്ലൊരു അച്ഛനെ കിട്ടി. അത് അച്ഛൻ്റെ ഒരു നല്ല സ്വഭാവമാണ്. ഞാൻ ശരിക്കും പഠിക്കാൻ വളരെ മോശമായിരുന്നു. പക്ഷേ മിനിസ്ട്രിയുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെയധികം സൂപ്പറായിരുന്നു. നന്നായി ശ്രദ്ധിച്ച് മിനിസ്ട്രിയിൽ മുഴുവനായി പ്രവർത്തിച്ചു.
എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അത് വയറുകൾ ഘടിപ്പിക്കുന്നതായാലും സെറ്റിംഗ് ചെയ്യുന്നതായാലും സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതായാലും അച്ഛൻ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയായി മാറി. മ്യൂസിക്കിൽ നല്ല ടാലന്റ് ഉണ്ട്. അതിൽ ദൈവം എന്നെ നന്നായി അനുഗ്രഹിച്ചിരിക്കുന്നു. സോ അതാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ അച്ഛൻ്റെ ആ ക്ഷമയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ശാന്തമായ ആത്മാവോടെ. അച്ഛൻ എല്ലാവരുമായി സമാധാനം പുലർത്തിയിരുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. ആരെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അച്ഛൻ അവരെ സമീപിച്ച് അവരുമായുള്ള ബന്ധം തുടരാൻ തന്നാലാവുന്നതൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ തന്നെ നേരിട്ട് അവരുടെ അടുത്ത് എന്ന് സോറി പറയും, എന്നിട്ട് അവരുമായുള്ള ബന്ധം തുടരും. അങ്ങനെ ആ ബോണ്ടിങ് നിലനിൽക്കും. അച്ഛൻ്റെ ആ സ്വഭാവം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നും ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ശരിക്കും എൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്നുണ്ട്. അതെ, അതുപോലെ നാം പിതാവിന്റെ പാരമ്പര്യം പിന്തുടരും. സോ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ അച്ഛനെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് എവിടെ പോയാലും നമ്മുടെ പിതാവിനെ പ്രതിനിധീകരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഓർക്കുന്നു, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അച്ഛൻ ഞങ്ങളുടെ ചർച്ചിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. എല്ലാറ്റിലും പങ്കുവഹിക്കും. അദ്ദേഹം കൊയറിലുണ്ടാവും, വയലിൻ വായിക്കാനുണ്ടാവും. സൺഡേ അച്ഛന് വയലിൻ വായിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ആ ആഴ്ച കംപ്ലീറ്റ് ആയില്ലെന്ന് പറയും. സോ ഞാൻ എവിടെ പോയാലും, ഒരു ഷോപ്പിങ്ങിന് പോയാൽ കൂടിയും ചർച്ചിൽ ആരെങ്കിലും എന്നെ കാണുമ്പോൾ പറയും, ഓ ഇത് മിസ്റ്റർ രാജ്കുമാറിന്റെ മകളാണെന്ന്. ഓ ഇത് പ്രശസ്തനായ ആ ദന്ത ഡോക്ടറുടെ മകളല്ലേന്ന്. ഇവള് ഡോക്ടറാണെന്ന് അവർ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ആരോടെങ്കിലും തകരാറ് ചെയ്താൽ, മറ്റാരോടെങ്കിലും ഞാൻ ശരിയായ വിധത്തിൽ പെരുമാറിയില്ലെങ്കിൽ എല്ലാരും പറയും, ഓ ഇവൾ ഡോക്ടർ രാജ്കുമാറിന്റെ മകളല്ലേ, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടോ. സോ നാം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും അഥവാ വിവാഹം കഴിച്ച് വേറൊരു കുടുംബത്തിലേക്ക് പോയാലും നമ്മൾ അവിടേക്ക് നമ്മുടെ അച്ഛൻ്റെ പാരമ്പര്യത്തെയാണ് കൊണ്ടുപോകുന്നതെന്ന് നാം മറക്കാൻ പാടില്ല. ഒരുപക്ഷെ ഭർത്താവിൻ്റെ കുടുംബവും നമ്മളെ അങ്ങനെയായിരിക്കും കാണുന്നത്. അവർ നമ്മളെ വ്യക്തിപരമായും കാണും, ഇന്നാരുടെ മകളാണെന്നും കാണും. നാം ഒരു സാക്ഷിയായി ജീവിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയാവണം. അതേപോലെ നമ്മുടെ ജീവിതം ഭൂമിയിലെ പിതാവിൻ്റെ സാക്ഷിയായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ പിതാക്കൾക്കും അതനുസരിച്ച് ജീവിക്കാൻ ചുമതലയുണ്ട്. അതുപോലെ പല പെൺകുട്ടികൾക്കും പിതാവിനെയാണ് റോൾ മോഡലായിട്ടും സൂപ്പർ ഹീറോ ആയിട്ടും കാണുന്നത്. അവർ അങ്ങനെ കാണുമ്പോൾ പിതാക്കന്മാർക്കും അതനുസരിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാതെ അവർ സത്യസന്ധരായിരിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, നല്ലൊരു കുടുംബം ഉണ്ടാക്കണം. സോ അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അവര് ഇത്രയും സമ്മർദ്ദം തരുന്നത്. കാരണം പാരമ്പര്യം അത് നമ്മളിലൂടെ തുടരണമല്ലോ. നാം ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ജനങ്ങൾ പറയും, അവരുടെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് അവരുടെ മക്കളും എന്ന്. അതുകൊണ്ട് നമ്മളും അതുപോലെ ജീവിക്കണം. അതുകൊണ്ട് മക്കൾ എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ പേരൻസ് അവരോട് പറയും, ഞങ്ങളുടെ മാനം കളയരുതെന്ന്, തറവാടിന്റെ പേര് നാറ്റിക്കരുതെന്ന്. സോ ഇത് നാം പല വീടുകളിലും കേൾക്കാറുണ്ട്. അതെ, മാനം കളയാതെ നോക്കണമെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നീയാണ് ചാൻസലർ, നീ ചാൻസലറിന്റെ മകനാണ്, ഭാവിയിലെ ചാൻസലർ നീയാണ്. അങ്ങനെ പറയായിരുന്നു. സോ അത് അവരെ പ്രതിഫലിപ്പിക്കും. സോ ഇന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഹീറോസ് ആണ്. അവര് നമ്മെ കർശനമായി വഴി നടത്തുന്നു, നമ്മുടെ റോൾ മോഡലാണ്, നമ്മളെ സ്നേഹിക്കുന്നു, ത്യാഗം ചെയ്യുന്നു, ശാന്ത സ്വഭാവമുള്ളവരാണ്, നമ്മളെ ഭംഗിയായി വഴി നടത്തുന്നു. കൂടാതെ അവര് നമ്മളെ ഒരു വലിയ പാരമ്പര്യത്തിലേക്ക് വഴി നടത്തുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കൂ. കാരണം നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ഹീറോയാണ്. അവർക്കായി തുടർന്ന് പ്രാർത്ഥിക്കൂ. കാരണം അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആവശ്യം. ആരും തികഞ്ഞവരൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് പിതാവ് പറയുന്നതിനോടും നിങ്ങളോട് പെരുമാറുന്നതിനോടും നല്ല ക്ഷമയുള്ളവരായിരിക്കുക. ഒപ്പം തന്നെ അവരെ അനുസരിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങൾക്ക് നല്ലൊരു കുടുംബത്തെ തരാൻ കൃപ ചെയ്യും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവം പല കാര്യങ്ങളിലും പിതാവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ പിതാവിന്റെ പാരമ്പര്യത്തെ നല്ല വിധത്തിൽ കൊണ്ടുപോകണമെന്ന് മനോഭാരമുണ്ട്. നീതിയുള്ളവരായി, പക്ഷെ അവർ പാപമുള്ള ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു.
അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശുദ്ധിയുള്ള ഹൃദയത്തെയും ശുദ്ധിയുള്ള ആത്മാവിനെയും നൽകണമേ. എല്ലാ ദുശീലങ്ങളെയും മാറ്റുവാൻ സഹായിക്കണേ. അടിമത്വങ്ങളിൽ നിന്നും വിടുവിക്കണമേ. പിതാവിൻ്റെ മുന്നിൽ നീതിയുള്ള ജീവിതം നയിക്കാൻ സഹായിക്കണേ. അങ്ങയുടെ മുന്നിലും പിതാവ് അവരെക്കുറിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ സഹായിക്കണേ. അവരെ കാണുന്നവർ നീതിമാന്മാരായി അവരെ കാണുമാറാകണേ. ശുദ്ധിയുള്ള ആത്മാവിനെ അവർക്ക് നൽകണമേ. എല്ലാ ദുശീലങ്ങളും ഉപേക്ഷിച്ച് ശുദ്ധിയും നിർമ്മലവുമായി ജീവിക്കാൻ സഹായിക്കണേ. പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി മാന്യതയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ വിശുദ്ധിയുള്ള ജീവിതം നയിക്കട്ടെ. മക്കൾക്ക് നല്ലൊരു റോൾ മോഡൽ ആകുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവേ. അവർ ശൂന്യതയിലായിരിക്കും ദൈവമേ. എന്നാൽ സ്വർഗീയ പിതാവായി അങ്ങയുടെ സ്നേഹത്തെ കാണിക്കണമേ. അവരെ സ്നേഹിച്ച് മുത്തമിടണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ അവരെ നിറയ്ക്കണമേ. ഒരിക്കലും ഏകാന്തത തോന്നാതിരിക്കട്ടെ. വഴി കാണിക്കാൻ ആരുമില്ലെന്ന് അവർക്ക് തോന്നാതിരിക്കട്ടെ. അവരോട് വ്യക്തിപരമായി സംസാരിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ പിതാവേ. മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നൽകണമേ. അവരെ പോഷിപ്പിക്കണമേ. അവരെ സംരക്ഷിച്ച് ശക്തരാക്കി പിതാവിന്റെ പാരമ്പര്യത്തെ തുടരുമാറാക്കണേ. അവർക്കായിട്ടുള്ള അങ്ങയുടെ പദ്ധതി നടപ്പിലാക്കണമേ. അവർക്ക് നല്ല ശക്തി നൽകണമേ. ഞങ്ങളുടെ പിതാവിനെ അനുസരിക്കാനുള്ള കൃപ നൽകണമേ. അവരെ അനുസരിക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും തരയണമേ. അങ്ങാണ് ഞങ്ങളെ വഴി നടത്തേണ്ടതെന്നറിയാം. കീഴടങ്ങുവാനും അനുസരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ വലിയവരാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവമേ, ഇന്ന് ഞങ്ങൾ കുടുംബത്തിനായി പിതാക്കന്മാർ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് ഓർക്കുന്നു. മക്കളെ വളർത്തുവാനും കുടുംബത്തെ കെട്ടിപ്പടുക്കുവാനുമുള്ള ത്യാഗത്തെയും കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, കുടുംബത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗങ്ങളെയെല്ലാം ഞങ്ങൾ ഈ വേളയിൽ ഓർക്കുന്നു. ദൈവമേ, അവർക്ക് പാരിതോഷികം ലഭിക്കുമാറാകട്ടെ. എത്രയും വേഗം തന്നെ ദൈവമേ, അവർ തളർന്നു പോകാതെയും നിരാശപ്പെടാതെയും കാത്തുകൊള്ളണമേ പിതാവേ. അങ്ങയുടെ ശക്തിയാൽ അവരെ ശാക്തീകരിക്കണമേ. അവരെ ഉയർത്തേണമേ. ദിവസവും അങ്ങയുടെ വഴികാട്ടൽ ഉണ്ടാകട്ടെ. കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് അറിയിക്കണേ. ആവശ്യമുള്ള പണത്തെയും ബുദ്ധി സാമർഥ്യവും നൽകണമേ ദൈവമേ. കുടുംബത്തെയും മക്കളെയും നോക്കാനുള്ള ശക്തിയും ബുദ്ധിയും അവർക്ക് നൽകണമേ. അവർക്ക് എല്ലാവിധ സുഖവും നൽകണമേ ദൈവമേ. ദിവസവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. കുടുംബത്തെ നയിക്കാൻ പഠിപ്പിക്കണേ. ജീവിതത്തിന്റെ ഓരോ വശവും നയിക്കാൻ പഠിപ്പിക്കണേ. വ്യക്തിപരമായി നീതിയുള്ള ജീവിതം നയിക്കുമാറാക്കണേ. മക്കൾക്ക് അവർ നല്ലൊരു മാതൃകയായിരിക്കുമാറാകട്ടെ. അവരെ അങ്ങ് വഴി നടത്തണേ. യേശുവേ, ദിവസവും രാവിലെ എന്ത് ചെയ്യണമെന്ന് അവരെ അറിയിച്ച് അവരോട് സംസാരിച്ച് വഴി നടത്തണേ. അങ്ങയുടെ ഓരോ സ്വഭാവ ഗുണങ്ങളും അവർ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഓരോ ദിവസവും അവർ യേശുവിനെ പ്രതിഫലിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ബലം നൽകി മക്കളെ നയിക്കാനും അങ്ങയുടെ സ്നേഹത്തെ നൽകാനും അവരെ വഴി നടത്തണമേ. അങ്ങയുടെ സ്നേഹം അവർക്കെല്ലാവർക്കും പകർന്നു നൽകണമേ. അവർ അങ്ങയെപ്പോലെ ആകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളോടൊത്ത് ഫാദേഴ്സ് ഡേ ആഘോഷിച്ചതിന് നന്ദി. നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ നല്ലോണം സ്നേഹിക്കുക. ഈ വേളയിൽ ഇപ്പോഴും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തെ ഓർക്കുവിൻ. എല്ലാത്തിനുപരി ദൈവത്തിന്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. പിതാവിന്റെ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ വേളയിൽ ഓർക്കാം. യെസ്, നല്ലൊരു പിതാവിനെ നമുക്കിപ്പോൾ സ്തുതിക്കാം. ദൈവസ്നേഹം നമ്മിൽ ചൊരിഞ്ഞത് ഓർക്കാം. You're a good, good father. It's who you are. It's who you are. It's who you are. And I'm loved by you. It's who I am. It's who I am. It's who I am. You are perfect in all of your ways. You are perfect in all of your ways. You are perfect in all of your ways to us.
ദൈവം നമ്മുടെ നല്ലവനായ പിതാവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, തുടർന്ന് സ്തോത്രം പറയൂ. ദൈവം നല്ലൊരു പിതാവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതായിരിക്കും. നിങ്ങളെ സ്നേഹിക്കും, വിലമതിപ്പുള്ള അനുഗ്രഹങ്ങൾ ചൊരിയും, എന്നിട്ട് ജീവിതത്തിൽ നിങ്ങളെ വ്യക്തിപരമായി വഴി നടത്തും. എല്ലാറ്റിനുമുപരി യേശു ഒരു നല്ല പിതാവായിരിക്കുന്നതിന് നന്ദി പറയൂ. എ ഹാപ്പി ഫാദേഴ്സ് ഡേ. യേശു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളെ, തുടർന്നും വരുന്ന എപ്പിസോഡുകൾ മറക്കാതെ നിങ്ങൾ കാണണം. അടുത്ത എപ്പിസോഡിൽ പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും കമന്റ് സെക്ഷനിൽ എഴുതണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വരാനിരിക്കുന്ന ഫാമിലി എപ്പിസോഡുകൾക്കായി കാത്തിരിക്കും. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അതിലടങ്ങിയിരിക്കും. നമ്മൾ വ്യത്യസ്ത ടോപ്പിക്കുകളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും എല്ലാ പിതാക്കന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ ആൻഡ് ഗുഡ് ബൈ. Happy Father's Day. Thank you.